ദൈവനാമമുക്തപ്പെടുമാറാകട്ടെ. ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയൊരു അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുക. കർത്താവ് നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ നാളുകൾ ഒത്തിരി പേര് ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ഒത്തിരി പേര് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ തുടരുക. കർത്താവ് നിങ്ങളെല്ലാം ഒത്തിരി മാനിക്കട്ടെ, ഒത്തിരി സഹായിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കർത്താവ് നിങ്ങളൊക്കെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിരാശപ്പെട്ടു പോകരുത്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധൈര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ മാനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാ കർത്താവേ, ഈ ധന്യമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. പിതാവേ, അങ്ങിപ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ, അങ്ങിപ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. പിതാവേ, അങ്ങ് ഞങ്ങളിപ്പോൾ അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട. പിതാവെ, ഒരു ദൈവിക ശബ്ദം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. പിതാവെ, ഒരു ദൈവിക ശബ്ദം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം പിതാവെ, അങ്ങയുടെ ശബ്ദം കർത്താവ് ഇടപെടുന്നതിനായി സ്തോത്രം. അവിടെയൊരു ബുദ്ധി ഞാൻ അബലമാക്കണം. അവിടെ ജ്ഞാനപരിജ്ഞാനം വെളിപ്പെടണം. കൃപയാലങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. സ്തോത്രം. ഒരു ചെറിയൊരു സന്ദേശം നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ പത്രോസ് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിപ്പിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, പത്രോസ് പറഞ്ഞ മനുഷ്യൻ ദൈവസഭയ്ക്കൊരു ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുക: ദൈവം നിഗളികളോട് എതിർക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന്. അതിന്റെ പത്രോസ് വീണ്ടും പറയുന്നുണ്ട്, തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളിക്കുന്നവരോട് എതിർക്കും, താഴ്മയുള്ളവനോട് കൃപ നൽകും. ഈ മിനിറ്റുകളിൽ പത്രോസ് പറയുന്നൊരു കാര്യം, ദൈവം നിഗളിക്കുന്നവരോട് എതിർക്കും, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. താഴ്മ ധരിക്കുന്നവർക്ക് ദൈവം കൃപ കൊടുക്കുന്ന എഴുതി. നിങ്ങൾ ചോദിക്കും, ബ്രദർ, ഈ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. എന്ത് കൃപയെ കൊടുക്കുന്നേ? 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ദൈവം കൊടുക്കുന്ന കൃപ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഈ മിനിറ്റുകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരുന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്ത് ഉയർത്തും. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കരുത്. പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതെൻ്റെ സമയമാണ്, അത് ഞാൻ ഉപയോഗിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ ഇങ്ങനെ പത്രോസ് പറയുന്നത് കണ്ടാൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. പത്രോസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രഥമ ശിഷ്യനാണ്. തന്നെ വിളിക്കുന്ന സമയം മുതൽ കർത്താവിൻ്റെ പുറകെ യാത്ര ചെയ്തു. പക്ഷെ അവനൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവം അവനെ പുറത്തെടുത്തു. ഈ മിനിറ്റുകൾ ഞാനോട് സംസാരിക്കുന്നത്, ദൈവം നിങ്ങളെ തക്ക സമയത്ത് അവൻ ഉപയോഗിക്കും. അവൻ ഉപയോഗിക്കേണ്ട സമയത്ത് അവൻ നിങ്ങൾ ഉപയോഗിക്കും. പരിശുദ്ധ ബൈബിളിൽ അതുകൊണ്ട് പക്ഷെ ദൈവം നിഗളിയോട് എതിർക്കും, നിഗളിക്കുന്നതിനെതിർക്കും. പക്ഷേ താഴ്മയോട് ദൈവം ശ്രദ്ധിക്കാൻ മനസ്സുണ്ടെങ്കിൽ, താഴ്മയോടുകൂടെ കർത്താവ് ശരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പ്രിയ ദൈവവേദനയെ നീ സുവിശേഷ വേല ചെയ്യുന്നവനാണോ, നീ കുടുംബത്തിലുള്ളവനാണോ, എങ്ങനെയുള്ളവനാകട്ടെ, ആത്മീകനോ ഭൗതികനാകട്ടെ, നീ വിശ്വസിക്കുക. നീ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം നിനക്ക് കൃപ നൽകും. ദൈവം നിനക്ക് കൃപ നൽകും. നാനാ ജാതി മതസ്ഥരോടാണ് ഞാൻ പറയുന്നത്, നീ ദൈവസന്നിധിയിൽ താഴ്മയോട് കൃപ നൽകും. എന്ത് കൃപ നൽകുന്നത്? അവൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. പ്രതീക്ഷിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത്, നിരൂപിക്കാത്ത സമയത്ത്. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം, സജി ബ്രദർ, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ഭവനം വയ്ക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ 3.5 ലക്ഷം രൂപ കൊടുത്തു. ആ മനുഷ്യൻ പൈസ കൊടുത്തോ, ആ പൈസയെ കൊണ്ട് പോയി. പിന്നത്തിൽ ഒരു അറിവുമില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം വലിയ കാര്യം ചെയ്തു. സ്വതന്ത്രം ആ മനുഷ്യൻ പോയെന്ന് കരുതിയ മനുഷ്യൻ തിരിച്ചു വന്നു. അവൻ ഞങ്ങൾക്ക് കമ്പി സാധനങ്ങളൊക്കെ ഇറക്കി തന്നു. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പണി തുടങ്ങുകയെന്ന്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ താണിരിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടൊരു മറ്റൊരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ സഭയിൽ ഒരു സിസ്റ്റർ കടന്നു വന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് സ്വതന്ത്രം 16 mm യൂട്രസിൽ സ്വതന്ത്രം ഫൈബ്രോഡ് വളർന്നിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സർജറി മാത്രമേ ഉള്ളെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മ അത്ഭുതം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ടുമായിട്ട് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 16 എന്ന് പറയുന്നത് ആദ്യം 3%
അവസാനം 3% ഇപ്പോൾ ഫൈബ്രോയിഡ് എന്ന സാധനം അവിടെ ഇല്ല എന്ന്. കാരണം ഈ ദിവസം ദൈവം നിങ്ങൾക്ക് ദൈവസന്നിധിക്കാൻ മനസ്സുണ്ടോ, അവൻ നിന്നെ ഉയർത്തും. നീ എവിടെയാണോ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഏത് മേഖല, രോഗത്തോടുകൂടെ, ഭാരത്തോടുകൂടെ, പ്രയാസത്തോടുകൂടെ. ചിലർക്കിടെ കുഴപ്പം ഈ രോഗങ്ങൾ വരുമ്പോൾ ഭയങ്കര ദേഷ്യം വരാറുണ്ട്. രോഗവും ഭാരവും കടഭാരം വരും, ദേഷ്യം വരാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. സ്വത്രം എന്നോട് പരിശുദ്ധാത്മ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നിനക്ക് രോഗം വരുമ്പോൾ, നിനക്ക് കടഭാരം വരുമ്പോൾ, ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ആടുന്ന സ്വഭാവമാണ്. അത് മതിയാക്കിയിട്ട് ദൈവസന്ധിയിൽ താണിരിക്കാൻ മനസ്സുണ്ടോ, കർത്താവിൽ താണിരിക്കാൻ മനസ്സുണ്ടോ, അവൻ നിന്നെ ഉയർത്തും. കർത്താവ് ഇങ്ങനെ പറയുന്നത്, പത്രോസ് പറയുന്നത് കണ്ടായിരുന്നോ? അവൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ. ഈ ലോകത്തെ ഒരേ ഒരു കൈ മാത്രമേ ബലമുള്ളൂ, അത് കർത്താവിൻ്റെ കൈയാണ്. മാനുഷികമായ കരങ്ങൾക്കൊന്നും ഒരു ബലമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൈക്ക് ബലമുണ്ട്. ആ കൈ കീഴിൽ നീ താണിരിക്കുകയാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ ഈ മിനിറ്റുകളിൽ ദൈവസന്നിധിയിൽ താണിരുന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഈ മിനിറ്റുകൾ വിശ്വസിക്കേ, അവൻ നിങ്ങളെ ഉയർത്തും. വിശ്വസിക്ക സഹോദര, കർത്താവ് നിന്നെ ഉയർത്തുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവസന്നിധിയിൽ താണിരുന്നവരൊക്കെ കർത്താവ് ഉയർത്തി. ദാവീദ് എന്നൊരു മനുഷ്യനെ നമുക്കറിയാം, ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒത്തിരി ദൈവദാസന്മാർ, എന്നെക്കാളും ശ്രേഷ്ഠന്മാർ, അഭിഷിക്തന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ദാവീദ് എന്നൊരു മനുഷ്യൻ പ്രവാചകനാണ്, ഒരു സമയം രാജാവാണ്. അവൻ ദൈവസന്നിധിയിൽ താണിരുന്നു. ദൈവം ഉയർത്താൻ തുടങ്ങി. സഹോദരി സഹോദര, നിന്നെ ഉയർത്തുന്നത് ദൈവമാണ്. നീ ഉയരാൻ നോക്കിയിട്ട് തോറ്റുപോയോ? എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മ സംസാരിക്കുന്നു. പലപ്പോഴും ഉയരാൻ നോക്കിയിട്ട്, പല വഴികൾ ഉയരാൻ നോക്കിയിട്ട് നടന്നില്ലേ? വിശ്വസിക്കുക, ദൈവസന്നിധിയിലേക്ക് അവൻ നിന്നെ ഉയർത്തും. നിന്റെ ബുദ്ധിയോ, നിന്റെ കഴിവുകളോ, നിന്റെ പ്രാഗൽഭ്യങ്ങളോ ഒന്നും നിന്നെ ഉയർത്തുന്നില്ലായിരിക്കാം. നീ ശ്രമിച്ചിട്ട് നീ പലപ്പോഴും പലരെയും വിശ്വസിച്ചായിരിക്കാം. അവർ നിന്നെ ഉയർത്തും, അവർ നിന്നെ ഉയർത്തും. നിങ്ങൾ ശ്രദ്ധിച്ചോ, യോസേഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അതിനകത്തുനിന്ന് രണ്ടുപേരോട് അവൻ പ്രവചനം, അവർ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു. അതിൽ ഒരുത്തൻ രക്ഷപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞു, നീ രക്ഷപ്പെടും, എന്നെന്ന് ഓർമ്മിക്കണമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവന്മാർ ഉയർന്നു, പക്ഷെ യോസേഫിന് മറന്നു. പക്ഷെ ദൈവം മറന്നില്ല. ഈ രാത്രി, ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നേ, ദൈവം നിന്നെ മറക്കത്തില്ല. യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസ്ഥലത്ത് താണിരുന്നു. കുഞ്ഞെ, ദൈവസ്ഥലത്ത് താണിരുന്നപ്പോൾ ദൈവം അവരെ ഉയർത്താൻ തുടങ്ങി. വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കേ. ഹല്ലേലൂയ. ഈ മിനിറ്റുകൾ താണ്ടിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിനെ ഉയർത്തും. ഏതൊക്കെയോ കുടുംബങ്ങളോട് ഈ വചനം ശ്രദ്ധിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളോട് ആത്മാവ് പറയുന്ന നിന്നെ ഉയർത്തുമെന്ന് യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർക്ക് മനസ്സുണ്ടോ? നിന്നെ ഉയർത്തുന്നതിന് കർത്താവുണ്ട്. സമർപ്പിക്കാൻ മനസ്സുണ്ടോ? നിന്നെ ഉയർത്തുന്നതിന് ദൈവമുണ്ട്. വിശ്വസിക്കേ. ഇതാ നോക്കി, യോസേഫ് കരുതിയത് അവൻ രക്ഷപ്പെട്ടു പോകി, എന്നെ ഓർമ്മിക്കുമെന്ന്. ഇല്ല കുഞ്ഞ്, തെറ്റി. അവൻ മറന്നു, പക്ഷെ ദൈവം അവനെ ഓർത്തു. ഇതാ ദൈവം അവനേക്കാൾ ഉന്നത സ്ഥാനങ്ങളെ ദൈവനെ കൊണ്ടുപോയി. ഈ മിനിറ്റുകളിൽ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക. അവന്റെ കൈക്ക് ബലമുണ്ട്. യെസ്, ഫറവോന്റെ കൈക്ക് ബലമല്ല, പക്ഷേ യേശുവിന്റെ കൈക്ക് ബലമുണ്ട്. എനിക്കറിയത്തില്ല ഏതൊക്കെ ഭവനങ്ങൾക്കകത്ത് ഈ മെസ്സേജ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുക. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുക. നിനക്ക് ബലമുള്ള കൈ കീഴിൽ താണിരിക്കാൻ മനസ്സുണ്ടോ? ലോകത്തിന്റെ കൈ കീഴിൽ താണിരിക്കുന്നതിനേക്കാൾ വലുത് എന്റെ കർത്താവിന്റെ കൈ കീഴിൽ താണിരിക്കുക. ദൈവം നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ ഉയർത്തും. വിശ്വസി, കർത്താവ് നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ ഉയർച്ച നിന്റെ മേൽ വരും. വിശ്വസിക്കാൻ മനസ്സുണ്ട്, വിശ്വസിക്കേ. ഏൽപ്പിക്കാമോ? നമുക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. പ്രിയ കർത്താവേ, ഞാൻ മിനിറ്റുകളിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടേക്ക് ഇവർ താണിരിക്കുന്നുവോ അപ്പാ, നീ അവിടേക്ക് അവർ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. പിതാവിനെ അവർ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവരെ നീ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം, വലിയ കൃപ അവരുടെ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന നന്ദി. കർത്താവ് ബലമുള്ള കൈ കീഴിൽ താണിരിക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ, കർത്താവ് ഞങ്ങളുടെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്ന ജനത്തോട് അങ്ങ് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം കർത്താവ് ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അവരെ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങളെ ഉയർത്തും. പരിശുദ്ധാത്മ നിങ്ങളെ ഉയർത്തും. നീ വിചാരിക്കാത്തരുത്. എന്നോട് ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നത് നീ വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം ചേറുകൾ മാറ്റിവിട്ടിരും. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി അനുവദിച്ച കസേരകൾ നിനക്ക് വേണ്ടി തരും. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ആത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി കസേരകൾ ദൈവം മാറ്റിയിടുന്നതിന് സമയം വരാൻ പോകുന്നു. കാരണം നീ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക. കാരണം ഇത് എഴുതിയത് അനുഭവസ്ഥന പത്രോസ്. ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ? സമർപ്പിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.